السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. അൻസാരിയ റമദാൻ ക്ലാസ് 14 ചില ജാഗ്രതാക്കുകളിലെ നോമ്പ് ടൈമിൽ ചില ജാഗ്രതാക്കുകളിലെ ബസ്തുങ്ങൾ ജാഗ്രതാക്കാനുള്ള ചില ചില വസ്തുക്കൾ, അതായത് ഞങ്ങളെ ബേത്തര ഉൽഗത്ത് അഥവാ ഉൽഗാ ചൊല്ലിൻ്റെ സാമാൻ, ഉദാഹരണക്ക് ബായിയുടെ ഉൽഗ, കാതിര ഉൽഗ, അതുപോലെ ഞങ്ങളെ മൂത്രബീത്തിര ജാഗയുടെ ആ ഒരു വാട്ടപാലുണ്ട്, അതിര ഉൾക, അതുപോലെ ആ മൂത്ര പുറപ്പെട്ടൊരു ജാഗ ഉണ്ടല്ലോ അതുപോലെ മുല, പെണ്ണിങ്ങളെ മുല ഉണ്ടല്ലോ അതിലുള്ള ആ ഓട്ട, ആ മുലപ്പാല് പുറപ്പെട്ടൊരു ജാഗ അതിര ഉൾക, എന്തിനെങ്കിലും ഒരു ബസ്ത്, ഒരു തടി ചൊല്ലിന്റെ സാമാൻ, തടി ഉണ്ടാവുമ്പോൾ ഞങ്ങളുടെ തടി പോലെ തടിയല്ല, എന്തിനെങ്കിലും ഒരു തൊടുക് കിട്ടണമെങ്കിൽ അത് സാമാൻ, അത് ഇത്ര ചൊന്നതിരെ ഉൽഗത്തേക്ക് പോയിട്ട് കണ്ടെങ്കിൽ നോമ്പ് ബാത്തിലാവുള്ളൂ, നോമ്പ് മുറിയിട്. നോമ്പാടെ ചൊന്തരെ മൂത്ര ബണ്ടെ ജാഗ്യ, അതായത് ആ ജാഗ്യയിലുള്ള ആവട്ട അതിരെ ഉൽഗത്തേക്ക് പോയത്. ചിലപ്പോൾ ഈ ഉൽഗ പോകുമ്പോൾ ഹഷ്ഫ ചൊല്ലിന്റെ ജാഗ്യുണ്ട്, അപ്പുറ കടന്നിട്ടില്ല ഈ ഉൽഗ പോയ വസ്തു, എന്നാലും സമം. അതുപോലെ മുലപ്പാല് ബണ്ടെങ്കിൽ ആ ഒട്ട, അവിടെ ആ ഇറച്ചി കൂടിയ ഇറച്ചുണ്ടല്ലേ മുലപ്പാല് ബണ്ട്, അതിനാണ്ട് അപ്പുറവും കടന്നിട്ടില്ല ഈ ഞങ്ങൾ കടത്തിയെങ്കിത്തെ ബസ്തു അല്ലെങ്കിൽ പോയെങ്കിത്തെ ബസ്തു, എന്നാലും സമം, നോമ്പ് മുറിയിട്. അതുപോലെ ഇസ്തിഞ്ചാവ് ചെയ്യണമെങ്കിത്തെ ഒരു പെണ്ണ്, മനോഹരിക്കണമെങ്കിത്തെ ഒരു പെണ്ണ്, മൂത്ര ബീത്തുമ്പോൾ മനോഹരിക്കണമെങ്കിത്തെ ഒരു പെണ്ണ്, ആ പെണ്ണിടെ ബെർലിടെ ആ മൂത്ര ബീത്തുമ്പത്തുക അവള് ദക്കുമ്പത്തുകു അവള് ആ ഫർജയുടെ ജാഗ്യല് പ്രകടമാവിടെ വെലിവാവിടെ ഒരു ജാഗുണ്ട്. അവള് മൂത്ര ബീത്ത് ദക്കുമ്പത്തുക ആ ഫർജിലെ ജാഗ ഉണ്ടല്ലോ, അവള് ആ ഗുഹിയ അതിര അവിടെ വെലിവാവിടെ ജാഗുണ്ട്, അതിര ഉൽഗത്തുക്ക് ഓലെ ബെർലിടെ കടത്തിയിട്ട് കണ്ടെങ്കിൽ നോമ്പ് മുറിയിട്. അതുപോലെ ഞങ്ങളിപ്പ തൂറൊക്കെ തെക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം മസാല പഠിക്കണായ വിഷയത്തിക്കട് പഠിക്കരുതിൽ ചങ്കിയ ഒന്നും കാട്ടൊക്കെ തീരാം. അപ്പം ഞങ്ങൾ ഇപ്പ കാഷ്ടിക്കുമ്പോൾ, അതായത് തൂറൊക്കെ തെക്കുമ്പോഴത്തേക്ക് മസ്റബത്ത് ചൊല്ലിയ ഒരു ജാഗുണ്ട്, അതായത് തീട്ട ബണ്ട ജാഗ, ഞങ്ങൾ ആ കാഷ്ട ബണ്ട ജാഗ, ആ ജാഗക്ക് ഞങ്ങളെ ബെർലിടെ കൊടിരെ ചെറിയ ബെർല് കൊടിയുടെ തെല്ല് ഞങ്ങ കടത്തിയാണ്ട് കണ്ടുങ്ങ നോമ്പ് മുറിയിട്. ബഹുമാനപ്പെട്ട ഇമാം സുബക്കി തങ്ങ ചൊല്ലിട്ട് ഈ ബെർല് കൊടിരെ തീട്ട ബണ്ടെ കാഷ്ട ബണ്ടെ ജാഗെ കടത്തുമ്പത്ത് നോമ്പ് മുറിയിടത് എങ്ങനെ ഇട്ടിക്കട്, ആ തീട്ട ആ കാഷ്ട ബണ്ടെ ജാഗില് ജണ്ട് ഇറച്ചിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഒട്ടായിട്ടുള്ളേ ആ കാണ്ട ഒട്ടക്ക് ഞങ്ങൾ ബെരൽ കടത്തിയിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ നോമ്പ് മുറിയില്ല. അതിനടുത്തിൽ അപ്പറമേ കടത്തണം, കാരണം അതിരണ്ട് അപ്പറ കടത്തിയിട്ട് ഉൾക്കാണ്ട് ചൊല്ലി. ഏതായാലും ഞങ്ങൾ പർത്ത് കടത്തിരുത് ജാഗ്രത ആക്കണം, അത് നോമ്പ് മുറിയിട്ടുണ്ട് അഭിപ്രായമെല്ലാം ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുബക്കി റളിയല്ലാഹു അൻഹുടെ മോന് ചൊല്ല് ജാമണ ഞങ്ങ തൂറോണു, ഞങ്ങ കാഷ്ടിക്കണു, ഞങ്ങ മൂത്രിക്കണു, ജാമണ ഇട്ടിക്കടെ ഏറ്റവും നല്ലത്, പൗൽമണ അല്ല. കാരണം പൗൽമണ ഞങ്ങൾക്ക് നോമ്പിക്കുമ്പത്തുകു ഞങ്ങൾക്ക് ചിലപ്പോ ഈ ഉൽഗത്തുക്ക് ഞങ്ങളെ കൈ പോവും, ബെരല് പോവും, ഞങ്ങൾ ചിലപ്പോൾ കാഷ്ടിക്കും മനോഹരിക്കുമ്പത്തുക്ക് ചിലപ്പോൾ തപ്പി തലപ്പുറ തന്നി പോവും, ചിലപ്പോൾ അങ്ങനെല്ലാം പോവും. അപ്പൊ ഞങ്ങൾക്കതിരെ ജാഗ്രതാക്കു ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടിട്ട് ജാവ് ഞങ്ങൾ ടോയ്ലറ്റിക്ക് പോവുക, കാഷ്ടിക്കുക, മൂത്രിക്കുക, അതാണ് നല്ലത്. ഇനി
നല്ലതിൻ്റെ മാത്രമേ ചൊന്നില്ല, നിർബന്ധമൊന്നല്ല. കാരണം ഒരു മനുഷ്യക്ക് പോൽമണ നല്ലൊന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ടോയ്ലറ്റിക്ക് പോകണു ബന്ധു. എന്നാൽ അവൻ്റെ ഈ ജാവ തൂരോട് പിടിച്ച് നിൽക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കേണ്ടത് അത് ഇസ്ലാം പടിപാടില്ല. ഇസ്ലാം ബുദ്ധിമുട്ടാക്കുക പടിപാടില്ല തടിയിൽ. പക്ഷെ അത്താളെ കൊണ്ടിട്ടുള്ള ജാഗ്രത ആക്കുന്നു. പോലും നക്ക് തൂറ പറഞ്ഞു തീരം അത്താളത്തെ ടൈമിൽ എന്താക്കല്ല ക്ലിയർ ആക്കിയിട്ട് വെക്കാം. ആ പോൽമണ കുറവായിട്ടിക്കും അങ്ങനെ ബണ്ട് അപൂർവത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആദത്തിൽ ബണ്ടല്ലാതെ ഇങ്ങനെ അത്താളത്തെ ടൈമില് ഇങ്ങനെ ഞങ്ങൾ ഒരു ആദത്താക്കിയിട്ട് കണ്ടെങ്കിൽ നമുക്ക് പോൽമണ പറയില്ല. കാരണം പോൽമണ ഞങ്ങൾ തിന്നില്ലല്ലോ. ചിലവ മൂത്തറ വന്നിട്ട് പോവാ. അല്ലാതെ ഈ കാഷ്ട ചൊല്ലുടെ സമയം കുറവായിട്ടിക്കട് ഞങ്ങൾക്ക് അത്താഴത്തെ ടൈമിൽ ഞങ്ങൾ ക്ലിയർ ആക്കി വെച്ച് പോൽമണ ബണ്ട്. അപ്പൊ ജാവായിട്ടിക്കട് ഏറ്റവും നല്ലത് ഞങ്ങൾ എല്ലാം ടോയ്ലറ്റിക്ക് പോകേണ്ടത് നോമ്പ് ടൈമിൽ. ഇനിയൊരു മസ്അല, ഒരു ബാസൂരി രോഗമുള്ള മനുഷ്യ, മൂലക്കുരു രോഗമുള്ള മനുഷ്യ, അവൻ്റെ ആ മൂലക്കുരു ആ കുരു പുറത്തേക്ക് വന്നിട്ട് കണ്ടെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് ആ കുറുവെ തന്നാലെ ഉൾഗത്തേക്ക് പോയി കണ്ടെങ്കിൽ നോമ്പ് മുറിയില്ല. ആ കുരു പുറത്തേക്ക് വന്ന് എന്നിട്ട് അത് ഉൾഗത്തേക്ക് പോയിട്ട് കണ്ടെങ്കിൽ നോമ്പ് മുറിയില്ല. ഇനി അവന് അതിനാല് പുറത്തേക്ക് വന്ന് പക്ഷെ അതായിട്ട് ഉൾഗത്തേക്ക് പോകണില്ല. ഇനി ഉൾഗത്തേക്ക് പോവാതെ ഓണുകു അതിനെ പിടിച്ചു നിൽക്കുകയും ഒരു പ്രയാസമുണ്ട്, ഓനക്ക് ബുദ്ധിമുട്ടാവും. പുറത്തിങ്ങനെ കാട്ടിട്ട് നിൽക്കുക അല്ലെങ്കിൽ പുറത്തവിടെ ബർപ്പാട്ടിട്ട് നിൽക്കുകൊണ്ട് തടിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ അവിടെ ഭയങ്കര നിർബന്ധമായിട്ട് അതിൽ ഉൾഗ പോപ്പാട്ടാണ്. ഇങ്ങനത്തെ ഒരു ഘട്ടം അവനക്ക് വന്നത്. എന്നാൽ അവൻ്റെ കൈ കൊണ്ടിട്ട് അതിനെന്താക്കും ഉൾഗത്ത് കിടത്താം, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. ഇതിനൊരു നിർബന്ധിതമായിട്ടില്ല. ഇതിന് പുറത്തേക്ക് വന്നൊരു വസ്തു അത് ഉൽഗത്ത് പോണ്ടുമില്ല. പിന്നെ ഉൽഗത്ത് പോയിട്ടേ വേണിച്ചുള്ള ഒരു നിർബന്ധം കൊണ്ട് തടിക്കില്ല. എന്നാൽ കടത്തണ്ട, അവൻ്റെ കൈ കൊണ്ടിട്ട് അവൻ്റെ ബെരൽ കൊണ്ട് അതിൽ ഉൾഗാക്കണ്ട. പിന്നെ ബെരൽ കൊണ്ട് നിർബന്ധം ഇല്ലാത്ത അവസരത്തിൽ ബെരൽ കൊണ്ട് ഉൾഗ കടത്തിയിട്ട് കണ്ടെങ്കിൽ കൊണ്ട് നോമ്പ് മുറിയിട്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. അപ്പോൾ ഇത്തരം വിഷയമെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പല നിലക്കും വേറെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.